ഒരു അടിപൊളി ചിക്കൻ റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഈ റൈസ് കഴിച്ചിട്ടുള്ളത് തമിഴ്നാട് ഒരു പ്രാവശ്യം പോയപ്പോഴാട്ടോ. അവിടെ തട്ടുകടയിലൊക്കെ ഫേമസ് ആയി കിട്ടുന്ന റൈസ് ആട്ടത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം അരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കുക. ഫസ്റ്റ് റൈസ് വേവിച്ച് വെക്കണം കേട്ടോ. ഒരു മണിക്കൂർ മുന്നെങ്കിലും വേവിച്ച് വെക്കണം. എന്നിട്ട് ഇത് മുക്കാവേവ് ആകുമ്പോൾ അത് മാറ്റി വെക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ് ഇത് കേട്ടോ. ചിക്കന് നമ്മൾ സോയാ സോസ്, കുരുമുളക് പൊടി, ഉപ്പ് വേണ്ട, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. റൈസൊക്കെ സൈഡായിട്ട് കൂട്ടാൻ ഞാനൊരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ഇതിലില്ല, എന്നാലും കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുൾ വീഡിയോ ഞാൻ എടുത്തത് ഇതിന് മിസ്സായതാണ്. ആദ്യം ചിക്കൻ എടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സോയാ സോസ്, വിനെഗർ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം. എന്നിട്ട് മസാല എല്ലാം മിക്സായിട്ട് അതൊക്കെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ചതും കോൺഫ്ലവറിൻ്റെ പൗഡർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ അത് ഫ്രൈ ആക്കണം കേട്ടോ. ഫ്രൈ ആക്കുമ്പോൾ നല്ല മുരിച്ചെടുക്കണ്ട, ഒരു സോഫ്റ്റായി കിട്ടുന്ന രീതിക്കുള്ള ഫ്രൈ മതി കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ആഡ് ആക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കട്ടോ. നല്ല മുരിച്ച് ഫ്രൈ ആക്കണ്ട. ഫ്രൈ ആയി തോന്നുന്നു വെക്കുന്നത് എടുത്ത് വെക്കട്ടോ. പിന്നെ ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത കേട്ടോ. അത് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അത് നല്ലോണം വഴറ്റി വരുമ്പോൾ അതിക്ക് ഞാൻ 1 ഗ്ലാസ് അരി ആയിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻക്ക് 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെഷർമെൻറ്റ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തത് ഇട്ടെടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നല്ലോണം വേവിക്കണമെന്നില്ല. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ബീൻസും ഉള്ളിപ്പൂവും ക്യാരറ്റും കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് വാട്ടിയെടുക്കുമ്പോൾ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ അവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിലേക്ക് പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ചില്ലി സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, സോയ സോസും ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് പിന്നെ മാഗി ക്യൂബിലുണ്ടായതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. ഒരു 4 മുട്ട ഇതിൽ സ്ക്രാബ് ചെയ്തിട്ടിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായതുകൊണ്ട് കാണാത്ത കേട്ടോ. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ചെയ്യേണ്ടത്. പെട്ടെന്ന് ചെയ്യണം. അതേപോലെ റൈസും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പീസ്, അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇൻഷാ അല്ലാ അതിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം. ചിക്കൻ റൈസൊക്കെ ആക്ച്വലി കറീൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.